എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മീനലഗ്നത്തിന് ഇടവ മാസം എങ്ങനെ എന്ന് നോക്കാം. ഇതൊരു പൊതുവായിട്ടുള്ള ഫലമാണ്. കൃത്യമായതും വിശദമായിട്ടൊരു പഠനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. മീനലഗ്നത്തിന് ഇടവ മാസം എങ്ങനെയെന്ന് നോക്കാം. ഈ ഇടവ മാസം മീനലഗ്നത്തിൽ പിറന്നവർക്ക് വളരെ മികച്ച ഫലങ്ങൾ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എങ്കിലും മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. കഠിനാധ്വാനം ക്ഷമയും ഈ സമയത്ത് വളരെ ഗുണം ചെയ്യും. സംസാരത്തിൽ ഒരു ആവേശം വന്നു ചേരും. കുടുംബത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളോ വഴക്കുകളോ ഉണ്ടായേക്കാം. നിങ്ങളുടെ സംസാരത്തിൻ്റെ തീവ്രതയാണ് ഇതിന് പ്രധാന കാരണം. അതുകൊണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുന്നതും കുടുംബാംഗങ്ങളോട് ക്ഷമയോടും സ്നേഹത്തോടും പെരുമാറുന്നതും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. പണം ചിലവാക്കുന്ന ഒരുതരം ആവേശം കാണിക്കാൻ ഈ സമയം സാധ്യതയേറെയാണ്. ഇത് അമിതമായ ആഗ്രഹമോ അമിതമായ ചിലവോ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക ആസൂത്രണം ശ്രദ്ധയോടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ദൈവാധീനം നിങ്ങളെ തുണയ്ക്കുന്ന സമയം കൂടിയാണ് ഈ ഇടവമാസത്തുള്ളത്. ബുദ്ധിവികാസത്തിനും സഹോദരങ്ങളുടെ പിന്തുണ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ ഗുണം ചെയ്യും എന്നതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് വിദ്യാർത്ഥികൾക്ക് പഠനരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുമെന്നത് ഉറപ്പാണ്. സംസാരത്തിലെ അമിതാവേശം കാരണം നേട്ടങ്ങൾ നഷ്ടപ്പെടാനും കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. വിദ്യാർത്ഥികൾ ഈ സമയത്ത് വാക്കുകളിൽ ശ്രദ്ധ പുലർത്തുന്നതും ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മീനലഗ്നക്കാർക്ക് വലതു ചെവിയുടെ ചെറിയ ബുദ്ധിമുട്ടുകൾ ചിലപ്പോഴെങ്കിലും അനുഭവത്തിൽ വന്നേക്കാം. പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യങ്ങൾ ദൈവാധീനത്താൽ ഒത്തുചേർന്ന് വന്നേക്കാം. സുഖസൗകര്യങ്ങൾ പലതും അലങ്കാരപരമായിട്ടുള്ള പല സുഖസൗകര്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരാം. മാതാവിന് പൊതുവെ മനസ്സമാധാനവും സന്തോഷകരവുമായ അനുഭവങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിലെ ഐക്യവും സ്നേഹവും വന്നു ചേരാം. ജൂൺ 2 ശേഷം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പഠനത്തിലെ കൂടുതൽ വ്യക്തതയും വിവരങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവും ഈ സമയത്ത് കൂടുതലായിട്ട് അനുഭവത്തിൽ വരാം. മത്സരങ്ങളിൽ പഠനപരമായ മികവ് കാണിക്കുന്നതിനും വിജയം കൈവരിക്കുന്നതിനും ഈ സമയം സഹായകവുമാകും. ജൂൺ 2 ശേഷം ബുദ്ധിപരമായിട്ടുള്ള ഉയർച്ചകൾക്കും സർഗാത്മകതയും കാരണമാകാം. മീനം ലഗ്നക്കാർക്ക് ജൂൺ 2 ശേഷം ആത്മീയ താല്പര്യങ്ങൾ ചിന്തകൾ കടന്നു വരാം. ഇത് ജീവിതത്തിൽ കൂടുതൽ സമാധാനവും ഗുണവും നൽകുന്ന ഒരു സമയവുമായിരിക്കും. മെയ് 23 മുതൽ 26 വരെയുള്ള സമയം നിങ്ങൾക്ക് ഉന്മേഷവും നേതൃത്വ ഗുണവും അനുഭവത്തിൽ വരാം. മെയ് 21 മുതൽ 23 വരെ മനസ്സിന് കൂടുതൽ സമാധാനവും തോന്നാം. രോഗങ്ങളെയും ശത്രുക്കളെയും വിജയം നേടാനും ഇത് ജീവിതം, തൊഴിൽ എന്നിവയിൽ പുരോഗതിക്ക് കാരണമാവാനും വഴിയൊരുക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള മത്സരമോ എതിർപ്പുകളോ അനുഭവത്തിൽ വരാം. എന്നാൽ അനുകൂലമായ ആശയവിനിമയത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ശത്രുക്കളോ എതിരാളികളോ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പങ്കാളികൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ പങ്കാളികൾ തമ്മിലുള്ള തർക്കങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അപമാനത്തിനും കാരണമായേക്കാം. അതിൽ ഭാര്യ-ഭർത്തൃബന്ധത്തിൽ മറ്റാരുടെയും ഇടപെടലുകൾ വരാതെയും ബന്ധത്തിൽ തെറ്റിദ്ധാരണകൾ വരാതെയും ക്ഷമയോടെയും വിവേകത്തോടെയും വേണം മീനലഗ്നക്കാർ ഇടവ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത്. മീനലഗ്നക്കാർക്ക് ഈ ഇടവ മാസം ഭാഗ്യവും ധർമാനുഷ്ഠാനങ്ങളും ഉയർന്ന ചിന്തകളും വന്നു ചേരാൻ സാധ്യതയേറെയാണ്. തൊഴിലിൽ മീനലഗ്നക്കാർക്ക് ഐശ്വര്യവും വലിയ രീതിയിലുള്ള പുരോഗതിയും ലഭിക്കും എന്നതാണ്. തൊഴിലിലേക്ക് ദൈവാധീനം കൂടി ഉള്ളതായി കണക്കാക്കാം. ടെലികോളിംഗ്, മാർക്കറ്റിംഗ്, പൊതുജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്നവർ, ഉദാഹരണത്തിന് മാധ്യമപ്രവർത്തകർ പോലുള്ളവർക്ക്, എഴുത്തുകാർക്ക്, അധ്യാപകർ, പാചകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ആത്മീയമായി പ്രവർത്തിക്കുന്നവർ, ഗുണപരമായ പല അനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകാം. ഇടവമാസത്തിൽ ഇവർക്ക് വന്ന് ഈ പല ഗുണകരമായിട്ട് അനുഭവങ്ങളും വന്നു ചേരാം. സിനിമ, മേക്കപ്പ്, ഇവൻ്റ് മാനേജ്മെൻറ്റ്, മറ്റ് കലാകാരന്മാർ എന്നിവർക്കും നല്ല അനുഭവങ്ങൾ ഇടവമാസത്തിൽ വന്നു ചേരും. മീനലഗ്നക്കാർക്ക് ഇടവമാസം വിവാഹം നടക്കുന്നത് ജീവിതത്തിൽ കൂടുതൽ ഐക്യവും സ്ഥിരതയും ആയുർബലവും കൊണ്ടുവരുന്നതാണ്.
മെഡിക്കൽ രംഗത്ത് മാനസികാരോഗ്യ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക്, നഴ്സിംഗ്, ഗൈനക്കോളജിസ്റ്റ്, പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന മീനലഗ്നക്കാർക്ക് ജൂൺ 2 മുതൽ ജൂൺ 5 വരെ വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ഇങ്ങനെയൊക്കെയാണെങ്കിലും കൂടുതൽ അധ്വാനം, ക്ഷമ വേണ്ടി വന്നേക്കാം എന്നതുകൂടി മീനലഗ്നക്കാർ മനസ്സിലാക്കണം. തൊഴിൽ വൈകാരികമായ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും അത് പതിയെ മാറുന്നതാണ്. കാര്യങ്ങൾ നേടിയെടുക്കാൻ കൂടുതൽ സമയമെടുത്തേക്കാം. സാമ്പത്തികമായി ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണ് മീനലഗ്നക്കാർക്ക് ഇടവമാസം. വിദേശയാത്രയിൽ കാത്തിരിക്കുന്ന മീനലഗ്നക്കാർ അപ്രതീക്ഷിതമായ പല ചെലവുകളും ഈ ഇടവമാസത്തിൽ വന്നേക്കാം. എന്നിരുന്നാലും യാത്രയ്ക്ക് കാലതാമസം നേരിട്ടാലും യാത്ര മുടങ്ങുന്നതല്ല. ഇതൊക്കെയാണ് ഇടവമാസത്തിലെ നമ്മളെ മീനലഗ്നക്കാരുടെ ഫലങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മൾ മീനലഗ്നക്കാരുടെ ഇടവമാസത്തെ ഫലങ്ങൾ കണ്ടു. ഗുണങ്ങളും ദോഷങ്ങളും നിന്നിട്ടുള്ള ഒരു സമയമാണ് മീനലഗ്നക്കാർക്ക് ഇടവമാസത്തിൽ കടന്നു പോകുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. ഇവയൊക്കെ നമുക്ക് ഒരുവിധം പ്രാർത്ഥനയിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യത്തിനും തെറ്റിദ്ധാരണകൾ മാറുന്നതിനും ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് മുൻവിളക്ക് വഴിപാട് നടത്തുന്നത് വളരെ ഉത്തമമാണ്. ദിവസവും വീട്ടിൽ ദീപം തെളിയിച്ച് ഓം ഉമാമഹേശ്വരാഭ്യാം നമ എന്ന് ജപിക്കുന്നതും കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരും. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിയെ ഭജിക്കുന്നതും ലക്ഷ്മി അഷ്ടോത്തരം ചൊല്ലുകയോ ചെയ്യുന്നത് ദമ്പതികൾക്കിടയിലെ സ്നേഹവും പരസ്പര വിശ്വാസവും വർദ്ധിപ്പിക്കും. തിങ്കളാഴ്ചയോ പ്രദോഷ ദിവസങ്ങളിലോ ശിവക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും ദാമ്പത്യത്തിലെ അസ്വസ്ഥതകൾ മാറി കുടുംബത്തിന് ഐക്യവും സന്തോഷവും നിലനിർത്താൻ സഹായിക്കും. വ്യാഴാഴ്ചകളിലെ മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതോ മഞ്ഞ നിറമുള്ള പൂക്കൾ കൊണ്ട് വിഷ്ണുവിന് അർച്ചന നടത്തുന്നതോ ഭാഗ്യം വർദ്ധിപ്പിക്കും. ദരിദ്രർക്കോ വിദ്യാർത്ഥികൾക്കോ പഠന സാമഗ്രികൾ ദാനം ചെയ്യുന്നതും വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഇരട്ടിയാക്കും. മീനലഗ്നക്കാർക്ക് ഈ മാസത്തെ ചെറിയ തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് ദിവസവും വിഷ്ണു ഭജനം നടത്തുന്നത് നന്നായിരിക്കും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും സംസാരത്തിൽ ആത്മനിയന്ത്രണം പാലിക്കുന്നതും വഴി ഇടവമാസം നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യപ്രദമാക്കാവുന്നതാണ്. അതായത് ഞായറാഴ്ചകളിൽ സൂര്യഭഗവാന് പ്രാർത്ഥന നടത്തുന്നത്, സൂര്യഗായത്രി മന്ത്രം ചൊല്ലുന്നത് ഉന്മേഷം നൽകും. വയറുവേദന പോലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് വളരെ നല്ലതായിരിക്കും. ശിവക്ഷേത്രത്തിൽ ധാരയോ വഴിപാടോ കഴിക്കുന്നതും വളരെ നല്ലതാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും വളരെ നല്ലതാണ്. ശത്രുദോഷങ്ങൾ മാറുന്നതിനും ഇത് വളരെ നല്ലതാണ്. ഇടവമാസത്തിൽ സംസാരം കാരണം കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ബുധനാഴ്ചകളിൽ ദേവീക്ഷേത്രങ്ങൾ ദർശനം നടത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മധുരപ്പായസം വഴിപാടായിട്ട് നടത്തുക. ഇത് വാക്കുകളിൽ വിവേകവും ശാന്തതയും കൊണ്ടുവരാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ദർശനം നടത്തുക. ഓം നമോ നാരായണ എന്ന മന്ത്രം ദിവസം 9 തവണയെങ്കിലും ജപിക്കുക. വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതോ ചൊല്ലുന്നതോ മാനസിക സമാധാനത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും സഹായിക്കും. ദമ്പതികൾക്കിടയിൽ ഐക്യം ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി അഥവാ ഐക്യമത്യ പൂജ നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഇന്നത്തെ വിഷയം ചിന്താ വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ മീനം ലഗ്നക്കാർക്ക് ഇടവമാസം നല്ലൊരു നമ്മൾ ഗുണവും ദോഷമൊക്കെ കണ്ടു. പക്ഷേ എന്നിരുന്നാലും നല്ല അനുഭവങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.